അങ്ങനെ അർണേട്ടന്റെ വിളി ഞാൻ രഹസ്യമാക്കി വെച്ചതാണ്. ഒന്നാമത് ഞാൻ അത് ഗ്രൂപ്പിൽ കൊണ്ടിട്ടതാണ്. അപ്പോൾ പലരും വന്ന് പറഞ്ഞു അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. താല്പര്യം ഉണ്ടായിട്ടല്ല. എനിക്ക് അതൊരു കോംപ്രമൈസ് കോളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ കൂടെ വ്യക്തിഹത്യ ചെയ്യുക, വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുക, തോന്നിവാസം അത്രയും വിളിച്ചു പറയുക, ദെൻ പേഴ്സണലി കോൾ ചെയ്തിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അവന്റെ ഉള്ളിൽ എന്താണെന്ന്. ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് അവൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവൾ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാതെ അവളുടെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ നേരെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈവൻ എനിക്കെതിരെ എന്നെ പറഞ്ഞ മോശ വർത്തമാനങ്ങളിൽ ഏറ്റവും ഭീകരമായിട്ടൊന്നും എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ കൊച്ചിനെ ലിപ് ലോക്ക് ചെയ്യുന്നവൻ കണ്ടു എന്നാ. അപ്പോൾ അവളും കണ്ടു അവനും കണ്ടു എന്നാണ്. ഒരു സത്യം അത് സത്യമായി പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു നുണ അതിങ്ങനെ ഗീബൽസ്യൻ തിയറി പോലെ ആവർത്തിക്കപ്പെടുകയാണ്. ഇതിൽ അപമാനിക്കപ്പെടുന്ന എൻ്റെ പൊടി മക്കളും കൂടെയാണ്. ആലോചിച്ചു പോകണം. എൻ്റെ കുഞ്ഞു മകനും അവനുമൊക്കെ സ്കൂളിൽ പോകണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അമ്മയുമായിട്ട് ലിപ് ലോക്ക് ചെയ്യുന്ന മക്കൾ. പോരാത്തതിന് 15 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ഇൻസ്റ്റാഗ്രാം വഴി അവളെ എന്തോന്നാ ചെയ്തു പോലും. സ്വന്തം പ്രായം ഓർക്കണ്ടേ? അവളുടെ മകനും 15-16 വയസ്സുണ്ടെന്ന് പറയണു. അവന് അത്രയും പ്രായമുള്ള ഒരു മകൻ കൂടെ ഇരുന്നിട്ട് പോലും അവളുടെ വർത്തമാനം അതാണ്. ഞാൻ അവിടെ കൂടെ പോയി അവളുടെ വീട്ടിൽ ചെന്നു, അവളെ കണ്ടു, അവളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴൊന്നും ഇവളുടെ ക്യാമറയോ മൊബൈലോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സ്ഥിതി ചെയ്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ മൊബൈലും കൊണ്ട് നടക്കുന്ന അവക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ? ശരി, അപ്പോഴും ബോധം പോയില്ല. കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ഒക്കെ ആ ബോധം വരണ്ടേ? ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഞാൻ പോയത് ഒരു വലിയ ഉദ്യമത്തിന് വേണ്ടിയിട്ടാണ്. ജാമിദയുടെ കാപ്പാടുള്ള മഹല്ല് കമ്മിറ്റി കാണാനാണ് ഞാൻ കോഴിക്കോടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അവരെ കാണേണ്ട ഒരു അത്യാവശ്യ ഘട്ടമുണ്ടായിരുന്നു. നിരന്തരമായി നുണ പ്രചരിപ്പിക്കുന്ന നുണച്ചികളുടെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ എന്നെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിട്ടത് ഇവനാണ്. ഇപ്പോൾ ഉറക്കം കൂടെ ഇല്ലാത്ത രീതിയിൽ എന്നെ ശല്യം ചെയ്യുന്നു, ഫോൺ വിളിച്ചിട്ട്. അത്രത്തോളം ഉപദ്രവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ലൈവിൽ വന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല. ആരെയൊക്കെയോ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എന്തൊരു ശല്യമാണെന്ന് അറിയാമോ? ഒരു വ്യക്തിയെ ഇതേപോലെ ചുറ്റും നിന്നുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കുമ്പോൾ മനുഷ്യന്റെ പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാനും അത്യാവശ്യം സാധാരണ ഒരു വീട്ടമ്മയാണ്. എനിക്കും ഉണ്ടാകും മെന്റൽ ഇഷ്യൂസ് ഒക്കെ. വളരെയധികം പ്രയാസത്തിൽ കൂടിയാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. ഈ ഒരു സംഗതി ഞാൻ ഇവിടെ പിളയെ ചെയ്യുമ്പോൾ പലരും പറയും തിരിച്ച് തെറി വിളിച്ചല്ലോ എന്ന്. പലരും എന്നെ പറയുന്നതും അതാണ്, തെറിക്ക് തെറിയാണ്, ഏത് നേരവും ഞാൻ തെറിയാ പറയുന്നത് എന്നൊക്കെ. ഇങ്ങോട്ട് തെറിയല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? തിരിച്ച് പിന്നെ നല്ലത് പറയാൻ പറ്റുമോ? ഓശാന പാടാൻ പറ്റുമോ? അവന്മാര് വിളിക്കുന്ന തെറിക്ക് തെറിയല്ലേ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഞാൻ മറുപടി കൊടുത്തത്. എന്തായാലും അർണേട്ടനിക്ക് വേണ്ടാത്ത തോന്നിവാസത്തിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. എന്തോ ഒരു ഇതെടുക്കാനും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഈ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടിട്ടിട്ട് കുറച്ച് പേരെ കൊണ്ട് ഞാനൊന്ന് വിളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം എന്തിനാണ് അവൻ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കാൻ. അപ്പോഴുണ്ട് അടുത്ത വായ്ത്താളം അവൻ പറഞ്ഞിട്ടുണ്ട്, അവനല്ല ഞാനാണ് അവനെ വിളിച്ചത്. അപ്പൊ എൻ്റെ കയ്യിൽ അതിന്റെ റെക്കോർഡുണ്ട്. അവനാണ് എന്നെ വിളിച്ചതെന്ന്, ഇത്ര സമയത്താണ് അവൻ എന്നെ വിളിച്ചതെന്നുള്ള എൻ്റെ റെക്കോർഡിക്കൽ എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ടില്ല. ഫോണിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഉറക്കത്തിൽ കിടന്ന ഞാനാണ് പെട്ടെന്ന് ഈ കോള് എഴുന്നേക്കുന്നത്. എന്നെ വിളിച്ചതല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അതൊരു എവിഡൻസ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്തു വെക്കുന്നതാണ്. നിങ്ങൾ കാണുക, അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും എന്തായാലും നല്ല അഭിപ്രായമൊന്നും വരത്തില്ല. കാരണം ഞാൻ നല്ല തെറി വിളിച്ചിട്ടുണ്ട്. എനിക്ക് അത്രത്തോളം ദേഷ്യം വന്നിട്ടാണ് ഞാനത് തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത്. താങ്ക് യു. ഹലോ ഹലോ, ആ ഇതാരാണ്? ഇങ്ങോട്ടല്ലേ വിളിച്ചേ? ഷെഫീന ബീവി ആണോ? അതെ. എന്റെ പേര് അരുൺ. അറിയോ? ഇല്ല. ജസ്ന സലീമിയുടെ ബ്രദറാണ്. പറയടാ, എന്താ? അല്ല, നിങ്ങൾ വീഡിയോയിൽ എന്റെ അമ്മേനെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞല്ലോ. നീ എന്നെ പറ്റി മോശം പറയാൻ നിനക്ക് എന്ത് കാര്യം? അല്ല, ഞാനാണോ ആദ്യം പറഞ്ഞത്? ഞാനാണോ ആദ്യം പറഞ്ഞത്? പിന്നെ ആരാണ് പറഞ്ഞത്? നിങ്ങൾ എന്തൊക്കെ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞു? ഞാൻ നിങ്ങൾ എല്ലാ സകല വീഡിയോ അല്ല എന്നെയും ചേർത്ത് നീ എന്ത് മോശമാ എന്നെയും എന്നെ മോനെ ചേർത്ത് അത് പറയുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് മേഡം ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ട് പറയുന്ന? അതെന്താ എന്തുകൊണ്ട് പറയണമെന്ന് പറയാൻ? അല്ല, സ്വന്തം മക്കളെ പറ്റി അല്ല അമ്മേനെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് നൊന്തിക്കുണ്ടെങ്കിൽ അതേമാതിരി അല്ല എന്റെ അമ്മേനെ പറ്റി പറഞ്ഞ എനിക്ക് നിന്റെ അമ്മേനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞോ? നീ എന്നെ എന്തെല്ലാം വൃത്തികേടാണ് അവളെ കൂടെ വീഡിയോ എടുത്ത് നോക്കൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഏത് വീഡിയോ എടുത്ത് നോക്കണം? നീയല്ലേ പച്ചക്കിരുന്നോണ്ട് അപരാധം പറഞ്ഞത്?
ഞാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നീ നോക്ക്. എന്താ പറഞ്ഞു? നീ എന്റെ അമ്മ എടുത്ത് നോക്കടാ. നീ എന്റെ വേശ്യയാണ്. വീഡിയോയും നിന്റെ വീഡിയോയും എടുത്തു വെച്ച് കമ്പാരിസൺ നടത്തി നോക്ക്. അതിനകത്തുണ്ടല്ല. ആ നോക്കി നോക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ എന്റെ അമ്മ വേശ്യയാണ്, കണ്ടവരെ കൂടെ കിടന്നതാണ്, മറ്റേ വലിയ തൊളയാണ്, അങ്ങനെ എങ്ങനെയൊക്കെ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറയൂലേ, അയ്യോ, നീ പിന്നെ എന്തോന്ന് പറഞ്ഞ എന്റെ ഉമ്മച്ചി നല്ലത്, ഞാൻ നല്ലതെന്നാണോ പറഞ്ഞത്? ഞാൻ നാട്ടുകാരോട് മുഴുക്ക കിടന്ന് എന്റെ മക്കളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മോനല്ലേ നീ? ആണോ അല്ലയോ? ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് പറയൂ. ഇങ്ങോട്ട് പറഞ്ഞ ആരോട് ആദ്യം പോസ്റ്റ് ചെയ്തത്? പോസ്റ്റ് ചെയ്ത ആരാ പോസ്റ്റ് ചെയ്തത്? നീ ആരാ എന്തോന്ന് പോസ്റ്റ് എന്നെ ചെയ്തത്? കൊലത്തൂന്നല്ലേ പറഞ്ഞ? നീ വേണോ? ഞാൻ ഇവിടെ നിപ്പുണ്ട്, ഇതാ കോട്ടയത്ത് എവിടാ? നിപ്പുണ്ട്, ആനമല നിപ്പുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ വലിയ വെല്ലുവിളിച്ചല്ലേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നേരിട്ടൊന്ന് വാ. നീ എന്തിനാ ചീവൂന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഷെബീന എന്തോന്നാ ചെയ്യാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വാടാ. അല്ല ആയിക്കോട്ടെ, ഞാൻ ധൈര്യമായിട്ടല്ലേ അങ്ങോട്ട് വരാം. പറഞ്ഞത്? അല്ല നിന്നാ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇതൊക്കെ ഇട്ടല്ലേനോ? എവിടെ ഇങ്ങോട്ട് വന്നില്ലേ? നീ പറയുന്ന പോയിന്റിൽ വന്ന് നിക്കാന്ന് ഞാൻ പറഞ്ഞല്ല. നിനക്ക് ആ വായി തോന്നിയ പറയാനുള്ള ആളല്ലേ ഇത്, മനസ്സിലായാ? നീ നിന്റെ കുട്ടി ആയിക്കോട്ടെ. അവളെ കൊണ്ട് നടന്ന് വ്യഭിചരിച്ച് ജീവിക്കുന്ന ഒരു മയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പിന്നെ ആ ഷെബീന പറയേണ്ട കാര്യം എന്തോന്ന്? നീ എന്റെ മോനെ ലിപ് ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നീ എപ്പോ കണ്ടടാ ഞാൻ മോൻ ലിപ് ലോക്ക് ചെയ്യണത്? അത് നീ നിന്റെ തള്ളി ഇന്റെ ചെയ്യുന്നുണ്ടല്ലേ നീ എന്നെ പറയുന്നത് അല്ലേ? ഇന്റെ അമ്മ വണ്ടോടെ കൂടെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിനോ? നിന്റെ തള്ളയെ നീ കൊണക്കുന്നോണ്ടല്ലേടാ മയിലെ നീ ആ വർത്തമാനം എന്നെ എന്റെ കൊച്ചിനെയും പറഞ്ഞത്? നിന്റെ അല്ല, നിങ്ങൾ എന്ത് തോന്നിയാതെ വിളിക്കണ്ടല്ലോ. തെളിവാണുള്ളത്? ഞാൻ അല്ല എന്റെ കൊച്ചിനെ തെളിവ് എന്താണ് നിന്റെ ഉള്ളത്? എന്റെ മോൻ നിന്റെ അടുത്ത് എപ്പോ സംസാരിച്ച്? അത് നീ ഒന്ന് പറഞ്ഞാണ്. എന്റെ മോൻ അങ്ങനെ നിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ എപ്പോ അല്ല, സംസാരിച്ചത്? അത് ഞാൻ കാണിക്കേണ്ടത് കാണിച്ചോളാം. അങ്ങനെ എന്തോന്ന് ഏ അഴിഞ്ഞാടി നടക്കുന്നെങ്കിൽ അല്ല, അതുകൂടെ ചിന്തിച്ചേക്കണം. ഞാൻ വ്യഭിചാരം ഉണ്ടാക്കാൻ വരരുത് കേട്ടോ മയിലേ. നിങ്ങളോട് നല്ല രീതിയിൽ നീ സംസാരിച്ചിട്ടുള്ളൂ. എന്റെ അടുത്ത് നല്ല നിങ്ങൾ രീതിയിൽ ഇപ്പൊ എന്തൊക്കെ സംസാരിക്കണം. നീ പറഞ്ഞോട്? എന്തിനാ പോക്കത്തിന്? നീ എന്തിനാ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിടുന്നത്? അതിന്റെ അപ്പൊ കാര്യം എന്തോന്ന്? എന്ത് നിങ്ങളൊക്കെ ഇട്ട നല്ല വർത്താനത്തിനാണ് നീ വീഡിയോ. അങ്ങനെ എന്റെ വീഡിയോ എന്തിനാ അങ്ങനെ ചെയ്തിടണം? ഞാൻ നിന്റെ നിങ്ങൾ വീട്ടിൽ വന്നോ? ഇട്ടൊക്കെ നല്ല അല്ലെങ്കിൽ വീഡിയോ ആണല്ലോ നിങ്ങൾക്ക് അല്ലേ? എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാൻ വന്നോ? എന്ത് മയിലിനാണ് ആ വർത്താനം പറയുന്നത്? ആരെങ്കിലും നിങ്ങളിപ്പോ പറഞ്ഞ ഞാൻ നിങ്ങളോട് എടാ നല്ല ചെറുക്കാ, രീതിയിൽ ഞാൻ ഒരു സംസാരിച്ചു. കാര്യം പറയാം. ഒരു നിങ്ങളിപ്പോ കാര്യം പോലും അല്ല, ഞാൻ പറയാം. നിങ്ങളിപ്പോ ആരെങ്കിലും പറയണതും കേട്ടോണ്ട് എന്റെ തലയെ കയറാനായിട്ട് വരരുത്. നിങ്ങൾ നിനക്ക് കൂമ്പിൾ ചവണയും നാട്ടിലേക്ക് മൂക്കുണ്ടോ? പിന്നെയും തപ്പി മൂക്കുണ്ടോ വരുന്നല്ല എന്ന് പറഞ്ഞത്. പറഞ്ഞിട്ട് എന്താ എന്റെ വരാത്തേ? തലയിൽ കയറാൻ വരരുത്. നിനക്ക് ഇന്നേം തപ്പി വരുന്നു പറഞ്ഞിട്ട് എന്താ വരാത്തത്? എന്തെങ്കിലും വഴി അറിയായിട്ടാ? എവിടെ വരണോടാ? നീ വിളിക്കുന്നിടത്ത് കൂമുള്ളി, കോഴിക്കോട് കൂമുള്ളി. നീ എന്തിനാ ചീവുന്നിരുന്ന് കോഴിക്കോട് നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാ? അല്ല, നിങ്ങളല്ല ഇവിടെ അല്ല രത്ന സലീമിന്റെ വീടിന്റെ മുന്നിൽ കൂടി വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഓളോട് തോന്നാസം പറഞ്ഞ് പോവുകയും ചെയ്തിട്ട് അത്ര ധൈര്യമല്ലേ? എവിടെ വണ്ടി നിർത്തി തോന്നിയാസം പറഞ്ഞു? എന്തിനാണ് മറ്റക്കുരുക്കാത്ത നുണ പറയണത്? വണ്ടി നുണയാണോ? അതുവരെ വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ എടുത്ത് ആര് പറഞ്ഞു നിന്റെ അടുത്ത്? ആ കൂത്തിച്ച് പല കോകറായും പറയും. ആ കൂത്തിച്ച് പറഞ്ഞാണ് ഞാൻ അവളോട് സംസാരിച്ചതിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ. ആ കൂത്തിച്ച് എങ്ങനെ തെളിവുണ്ടാവനാ? ഒരു പുറത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോ പുറത്തുകൂടി വന്നിട്ട് അവിടെ വരെയുള്ള വീഡിയോ എടുത്തിട്ട് അവിടുന്ന് കട്ടാക്കിയിട്ട് ഓളെ തെറിയും പറഞ്ഞിട്ട് മക്കളെയും തെറി പറഞ്ഞ് പോയിട്ട് അത്ര വലിയ കാര്യം പുറത്തുനിന്ന് വീഡിയോ എടുക്കാനായിട്ട്? അവളെ പുറത്തുനിന്ന് വീഡിയോ എടുക്കായി ഇവിടെ വന്നിട്ടില്ല. നീ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ എന്തിനാണ്? ആയിക്കോട്ടെ. നമ്മൾ അത് ആവശ്യം കാര്യം പറഞ്ഞു വരുമ്പോ നമ്മള് മൈരനും തോന്നിയാസൊക്കെ പറയാം. എടാ നീയോ അവളും കൂടെ ഇരുന്നോണ്ട് എന്തോന്ന് പറഞ്ഞത്? എന്റെ കൊച്ചു നിനക്ക് എന്തെങ്കിലും മെസ്സേജ് അയച്ചെന്നല്ലേ? എവിടെയാണ് റെക്കോർഡ് കാണിയിട്ട് നീ എന്റെ കുട്ടി നിനക്ക് അയച്ച മെസ്സേജ്? അതെന്താ അങ്ങനെ നാട്ടിൽ വേണ്ടി മെസ്സേജ് അയക്കാൻ എന്റെ കുട്ടി? അത് ഞാൻ കാണിക്കേണ്ട ആളെ കാണിച്ചോളാം. നീ ആരെ കാണിച്ചു? അയ്യോടോ, അയ്യോ പേടിച്ച്, അയ്യോ നീ ആരെ കാണിക്കാൻ? ഇവിടെ ആർക്കും കാണിക്കാൻ അങ്ങനെ ധൈര്യമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് വരണോ? അതായത് കൂമുള്ളിയാണ് എന്റെ വീട്, അതാ കറക്റ്റ് അറിയാം. പൊട്ടി നായിന്റെ മോനെ, എടാ വ്യഭിചാര സന്തതി, എടാ അലവലാതിക്കുണ്ടായ പുണ്ടാ മോനെ, നീ അലവലാതിക്കുണ്ടായത് ആരാന്നു? സ്വന്തം മോനെ ലിപ് ലോക്ക് ചെയ്യുന്നത് ആരാന്നൊക്കെ നമുക്കറിയാം. എടാ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നില്ലേ? നീ അപ്പ ചീവാതെ നീ നിന്ന് ഇപ്പൊ കിടന്ന് കൊണക്കിണേന്തിന്? ഞാൻ കോട്ടയത്തുണ്ടല്ലേ പറയണത്. നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വാ. നീ ഈ മൊബൈൽ പുണ്ണ എടുത്തു വെച്ചിട്ട് വരട്ടാതെ നീ നേരിട്ട് പോവാമേ. നീ ആണുങ്ങളെടുത്ത് നിങ്ങളെ സംസ്കാരം അതാണ്, നിങ്ങളതാണ് തെറി പറയുന്നത്. നിങ്ങളെ സംസ്കാരം അതായതുകൊണ്ടാണ് നിങ്ങൾ തെറി പറയുന്നത്. നീ എന്തൊരു മൈര് പറഞ്ഞോണ്ടിരുന്നത്? നീ തെറിയല്ല, നീ എന്തൊരു മൈര് പറഞ്ഞോണ്ടിരുന്നത്? ഞാൻ എന്താന്നപ്പോ പറഞ്ഞു? ഞാനിതാ ഫുള്ള് റെക്കോർഡാണ്. നിങ്ങളിപ്പോ സംസാരിക്കുന്ന ഒക്കെ റെക്കോർഡാണ്. പറഞ്ഞത് എടാ ഗുരുവായൂരുള്ള വെടിയുടെ മോനെ വെച്ചിട്ട് പോണതായോടി.